എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനദർ വ്ലോഗ് ഓഫ് വീട്ടിലെ വൈബ്സ്. വീണ്ടും ഒരു റെസിപ്പി വ്ലോഗാണ്, മമ്മി സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ സിഗ്നേച്ചർ ചിക്കൻ ബിരിയാണി, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. മമ്മി പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഹലോ ഹലോ, ഇന്നെന്താ സ്പെഷ്യൽ? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ദം ബിരിയാണി ചെന്നൈ സ്പെഷ്യൽ ആണോ? നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി. ഓക്കെ ഓക്കെ. എടുക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ സൂപ്പർ. ഓക്കെ, നമ്മള് ഇന്ത്യ ഗേറ്റ് ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അത് നല്ല ഒന്ന് കഴുകിട്ട്, ഒത്തിരി അങ്ങ് ഞെരടി കഴുകരുത്. ഉടയാതെ, അരി ഉടയാതെ കഴുകിയിട്ട് അങ്ങനെ കൊടുക്കാൻ വെച്ചിരിക്കുക. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേന് അരി കഴുകിയിട്ട് വേണം. പിന്നെ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. കുറെ നല്ല കഴുകി. ഇത് ഉള്ളി അരിഞ്ഞു വെച്ച്, സവാള അരിഞ്ഞു വെച്ചിരിക്കുവാണ്. ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. 5 സവാള എടുത്തിട്ടുണ്ട്. ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പിന്നെ പുതിന അത് കറക്റ്റ് കഴുകി എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. പച്ചപ്പട്ട, ഗ്രാമ്പു വന്നിട്ട് പൂവുള്ളത് വേണം. ഈ പൂ ഇല്ലാത്തത്, ഈ മണ്ടയിൽ ഇത് ഇല്ലാത്തത് എടുക്കരുത്. ഇതുള്ളത് ഒരു 7 എണ്ണം എടുക്കും 1 കിലോ അരിക്ക്. ഓക്കെ. പിന്നെ വെള്ളം വന്ന് 1 കിലോ അരിക്ക് 1.25 ലിറ്റർ വെള്ളം. അതാണ് കറക്റ്റ് ആയിട്ടുള്ള കണക്ക്. ഓക്കെ, ഇത് നമ്മുടെ ബിരിയാണി ചെമ്പാണ്. ആദ്യമേ ഇതിനകത്ത് ഉള്ളിയെല്ലാം ഇട്ടേക്കും. ഒന്നും ഇല്ലാണ്ട് വെറും പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് ഉടനെ ഇത് ഇട്ടേക്കും. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം അങ്ങനെ ഇട്ടേക്കും. പിന്നെ എണ്ണ ഒഴിക്കുള്ളൂ. എണ്ണ വന്ന് 1 കിലോ അരിക്ക് 200 ml എണ്ണ വേണം. ഓക്കെ, ഇത് സൺഫ്ലവർ ഓയിൽ ആണ്. സൺഫ്ലവർ ഓയിൽ 200 ml എണ്ണ ബ്രൗൺ ആക്കി നോക്കണം. ആ സവോളയുടെ കൂടെ നമ്മള് ചിക്കൻ യൂസ് ചെയ്യുന്നത് ചിക്കൻ വിത്ത് സ്കിൻ ആണ് യൂസ് ചെയ്യുന്നത്. വിത്ത് സ്കിൻ ആണ് ബിരിയാണിക്ക് മാത്രം വിത്ത് സ്കിന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് കിട്ടിയാൽ വിത്ത് സ്കിൻ യൂസ് ചെയ്യുക. ചില സ്ഥലങ്ങളിൽ വിത്ത് സ്കിൻ അത്ര ഈസി ആയിട്ട് കിട്ടില്ല. കിട്ടിയാൽ നിങ്ങൾ യൂസ് ചെയ്യുക, അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പൊ വിത്ത് സ്കിന്നുള്ള ചിക്കനാണ് നിങ്ങൾ മേടിച്ചെങ്കിൽ അതിന്റെ സ്കിന്നിന് കുറച്ച് അവിടെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് കാണത്തില്ലേ, ആ ഫാറ്റും കാര്യങ്ങളൊക്കെ. അതൊക്കെ അതിന്റെ നെയ്യൊക്കെ ഉരുകി വരാൻ വേണ്ടിയിട്ട് ഈ സവോളയുടെ കൂടെ തന്നെ ഇറ്റ് മിക്സ് ചെയ്യുക. 200 ml തൈര്. ഓക്കെ, നല്ല ബ്രൗൺ ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. പുതിന, കൊറിയാൻഡർ, മിന്റ് ലീവ്സ്. ഇത് എത്ര ഇടണ്ടേ? അതാ നമ്മളിപ്പോ വന്ന് കയ്യിലെടുക്കുമ്പോ ഒരു പിടി ഇത് മല്ലിയല്ല, 1 പിടി പുതിനല്ല, 50 ഗ്രാം വെളുത്തുള്ളിയും 75 ഗ്രാം ഇഞ്ചിയും, ഇഞ്ചി പേസ്റ്റ് രണ്ടും കൂടെ ഒന്നിച്ചരച്ച പേസ്റ്റ് ആയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പാത്രത്തില് അടി പിടിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാം, പക്ഷെ ഇത് ചെയ്ത് വരുമ്പോ അടി പിടിക്കില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നല്ലോണം വഴറ്റിയെടുക്കണം. ചിലപ്പോൾ ഞങ്ങള് സംസാരിക്കുന്ന മലയാളത്തില് കുറച്ച് തമിഴ്നാടിന്റെ ഒരു ടച്ച് വരും. അത് കാരണം ഞങ്ങള് കുറെ വർഷങ്ങളായി ചെന്നൈയിൽ സെറ്റിൽ ആയിരുന്നു. കാശ്മീരി ആ കളർ ബിരിയാണി വേറെ കളർ ഒന്നും നമ്മൾ ബിരിയാണിക്ക് ചേർക്കാറില്ല. എരിയും കാണത്തില്ല. 4 പച്ചമുളക്. അത്ര എരിയില്ല അല്ലേ? എരിയില്ല, ഒട്ടുമില്ല. അതുകൊണ്ട് ഈ വലിയ പച്ചമുളക് നമുക്ക് തോന്നും, പക്ഷെ എരിയില്ല. തൈര്, മീഡിയം സൈസിൽ 5 തക്കാളി. വെള്ളമേ ഒഴിക്കാമുള്ളൂ. ഒരു ഗ്ലാസ് അരിക്ക് 1 കിലോ 1.25 ലിറ്റർ വെള്ളം. ഇപ്പൊ ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടത്തില്ല. ഓക്കെ, ഇറച്ചി ഇട്ടതിന് ശേഷം മാത്രമേ ഉപ്പിടത്തുള്ളൂ. 10 minutes ക്ലോസിംഗ് ടൈം. 5 മിനിറ്റ് നല്ല ഹൈയിൽ വെച്ചിട്ട് പിന്നെ 5 മിനിറ്റ് സിമ്മിലാണ് വെക്കേണ്ടത്. വെച്ചാണ് ഇത് നല്ല തിളയ്ക്കേണ്ടത്.
ഇപ്പൊ തിളച്ച് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്. 1.5 കിലോ ചിക്കൻ എടുത്തു. 1.5 കിലോ ചിക്കൻ വിത്ത് സ്കിൻ. വിത്ത് സ്കിൻ മേടിച്ച സ്കിന്നാണ് നമ്മൾ ഉള്ളി വഴട്ടുമ്പോൾ കുറച്ചല്ലേ. എന്നിട്ട് ഇത് ഹൈയിൽ വെക്കണം. ഉപ്പ് ഇടണം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട്. ഉപ്പ് ഇത് പിങ്ക് സോൾട്ട് ആണ്, അതുകൊണ്ട് ഒരു പിങ്ക് കളറിൽ. നിങ്ങൾ വിചാരിക്കില്ല ഉപ്പ് എന്താ ഈ കളറുള്ള. ഉപ്പും എരിവും എല്ലാം ഇപ്പൊ തന്നെ നോക്കണം. പോരായെങ്കിൽ ഇപ്പൊ തന്നെ വേണം ഇടാൻ, പിന്നെ ഒക്കത്തില്ല. അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ, റിവീൽ ടൈം. യെസ്, ചിക്കൻ ഒരു 10-15 മിനിറ്റ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് അരി ഇടാൻ പോവാ. ഈ അരി ഇട്ട് ഒരുപാട് ഇളക്കാൻ പാടില്ല. ഓടയാതെ ഇളക്കി ഇത് ചെയ്യണം. വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മാത്രം മതി. ഹൈയിൽ വെക്കണം. ഹൈ ഫ്ലെയിം ആണേ. ഓക്കെ, സോ നമ്മള് വെള്ളം ഒഴിച്ചത് എന്തായി മമ്മി? ഇല്ല, കറക്റ്റ് എല്ലാം പറ്റി. അരിയും വെള്ളവും ലെവലാ വരുമ്പോ ഇപ്പൊ നമ്മൾ ദമ്മിടാൻ പോവാണ്. ഫുൾ ഫ്ലെയിമിൽ ഇടുവോ അല്ലയോ? അതുവരെ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് ഇപ്പൊ നമ്മള് അത് ഇതായി കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ദമ്മിടാൻ പോവാ. അപ്പൊ നമ്മള് ഒരു ദോശക്കല്ല് വെക്കും. നല്ലൊരു അടിക്കട്ടിയുള്ള ഒരു കാസ്റ്റ് അയൺ ആണ് ഇത്. അത് ഇട്ടിട്ട് അപ്പൊ ചൂടിൽ ഇങ്ങനെ കിടന്ന് നല്ലോണം പോവാതിരിക്കാൻ, സൈഡിൽ കൂടെ ഇങ്ങനെ ആവി പോവാതിരിക്കാൻ. ഈ കടകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലേ ഇവിടെ മാവ് ഒട്ടിച്ചാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് മാവ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മാസമാവും മാവ് ഇളക്കി കളയാൻ. അതുകൊണ്ട് നമ്മൾ ആ പണിക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ നമ്മളിവിടെ ക്ലിപ്പ് കുത്തുവാണ്. നിങ്ങൾക്ക് ഏത് ക്ലിപ്പായാലും കുഴപ്പമില്ല. നമ്മളിവിടെ നേരെ തുണി കുത്തുന്ന ക്ലിപ്പ് പോലും യൂസ് ചെയ്യാറുണ്ട്. സിൽവർ ഈ അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ, അത് ബെസ്റ്റ് ആണ്. നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം യൂസ് ചെയ്ത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. സ്റ്റീം പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുത്തിവെക്കുക എല്ലാ സ്ഥലത്തും. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇത് ഇനി ഇങ്ങനെ കിടന്ന് എത്ര സമയം എടുക്കും? ഹാഫ് ആൻ അവർ. ഇതൊരു 20 മിനിറ്റ്സ്. ഓക്കെ, കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 20 മിനിറ്റ് ഓക്കെ, അപ്പൊ നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞ് വരാം. ഓക്കെ, അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നല്ല സ്മെല്ല് വരുന്നു ഗൈസ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് കഴിച്ചിട്ടുള്ളതാ. എനിക്ക് എക്സാക്ട്ലി ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. വെരി നൈസ്. നല്ല ചൂടാണ്. നിങ്ങൾക്ക് കണ്ടോ, അത് ഒട്ടിപ്പിടിക്കാണ്ട് എന്ത് നല്ല സൂപ്പറായിട്ട് വന്നു. കുറച്ച് സാലഡ്, പിന്നെ കുറച്ച് ചിക്കൻ. അയ്യോ, ചിക്കൻ ഓക്കെ, കുറച്ച് ചിക്കൻ. ആസ് യൂഷ്വൽ ഭയങ്കര ടേസ്റ്റ് ആണ്. യു ഹാവ് ടു ട്രൈ ദിസ്. ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വേറെ ഒരു വ്ളോഗിൽ നെക്സ്റ്റ് ടൈം കാണാം. ഞാൻ കുറച്ച് തിരക്കാണ് കേട്ടോ. ബൈ.